ഹലോ ഓൾ, എല്ലാവർക്കും എഡ്ഫിൽ ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സിലെ ബേസിക് കൺസെപ്റ്റ്സ് ആണ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന രണ്ട് ഏരിയ ആണ് ഏത്? ബേസിക് കൺസെപ്റ്റ്സും അതുപോലെ തന്നെ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക്. അപ്പം നമുക്ക് ആദ്യം ബേസിക് കൺസെപ്റ്റ്സ് ഇൻ എക്കണോമിക്സ് നോക്കാം, എന്തൊക്കെയാണ് ഈ ടോപ്പിക്കിന്റെ അണ്ടറിൽ പഠിക്കുന്നത് എന്ന്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്താണെന്നാണ്. പിന്നെ ഉൽപാദന ഘടകങ്ങൾ പഠിക്കും, ഉൽപാദന മേഖലകൾ പഠിക്കും. ഇതൊക്കെ എക്കണോമിക്സിൽ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ്. പിന്നെ മൊത്ത ദേശീയ ഉൽപ്പന്നം എന്താണ്, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്താണ്, അറ്റ ദേശീയ ഉൽപ്പന്നം, പ്രതിശീർഷ വരുമാനം, ഇതൊക്കെ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡീൽ ചെയ്യും. ആദ്യം നമുക്ക് ഉൽപാദനം എന്താണെന്ന് നോക്കാം. ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ. നമുക്കറിയാം, എന്ത് സാധനങ്ങളും നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അത് ഉൽപ്പാദിപ്പിക്കണം, ഉണ്ടാക്കണം അല്ലേ? അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയ. അപ്പൊ സാധനങ്ങൾ മാത്രമല്ല, സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ഉൽപാദനം എന്ന് പറയുന്നത്. ഇങ്ങനെ പറയാൻ കാരണം, നമുക്ക് സാധനങ്ങൾ മാത്രമല്ല നമ്മുടെ ഡെയിലി ലൈഫിൽ ആവശ്യമായിട്ടുള്ളത്, സേവനങ്ങളും ആവശ്യമുണ്ട്. ഇപ്പം നിങ്ങളൊരു ഇപ്പൊ എഡ്ഫിൽ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു കേട്ടറ്റിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? നിങ്ങൾ പേ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ കിട്ടും. ഇതെന്താണ്? ഒരു സർവീസ് ആണ്, അല്ലെങ്കിൽ സേവനാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി നിങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് എന്താ കിട്ടുന്നത്? അവിടെ ഒരു സാധനമല്ല നിങ്ങൾക്ക് തരുന്നത്, വൈദ്യസഹായം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സേവനാണ് തരുന്നത്. എന്നാൽ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ ഒരു പലചരക്ക് കടയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടും അല്ലെ? പൈസ കൊടുക്കുന്ന സമയത്ത് അതെന്താണ്? നിങ്ങൾക്ക് അവിടുന്ന് സാധനങ്ങൾ കിട്ടുന്നു. അപ്പം മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉൽപാദനം എന്ന് പറയുന്നത്. ഇനി ഉൽപാദന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇത് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഏരിയ ആണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അതായത് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതാണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഭൂമി വേണം, അല്ലെങ്കിൽ കെട്ടിടം വേണം, തൊഴിലാളികൾ വേണം അല്ലെ, തൊഴിൽ വേണം, മൂലധനം വേണം, സംഘാടനം വേണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ ഒരു കമ്പനി തുടങ്ങാൻ പോകുന്നു. അപ്പൊ ആ കമ്പനിക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു ഭൂമി അല്ലെങ്കിൽ കെട്ടിടം വേണം. ആ കെട്ടിടത്തിന് എന്താ ഉണ്ടാവുന്നത്? പാട്ടമാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വാടകയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത്. ഇനി അവിടെ പണിയെടുക്കാൻ എന്ത് വേണം? തൊഴിൽ ശേഷി വേണം, തൊഴിലാളികൾ വേണം. അപ്പൊ തൊഴിലിന് പകരം എന്ത് കൊടുക്കണം? വേതനം, അല്ലെങ്കിൽ തൊഴിലിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? വേതനമാണ്. പിന്നെ അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം അല്ലെ? ആ ഒരു കമ്പനി റൺ ചെയ്യാൻ അല്ലെങ്കിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ മൂലധനം വേണം. ഈ മൂലധനത്തിന് കിട്ടുന്നതാണ് പലിശ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സംഘാടനം. ഒരു കമ്പനി റൺ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഒരാൾ ഇരുന്നിട്ട് അയാളാണോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്? അല്ല അല്ലെ? അതിൻ്റെ ഒരു മെയിൻ ഹെഡ് എന്താണ് ചെയ്യുന്നത്? ബാക്കി ഒരുപാട് ആ തൊഴിലാളികളെയും ആ നിലവിലുള്ള ആ ഒരു കെട്ടിടത്തിലുള്ള കാര്യങ്ങളെയും എല്ലാം ഏകോപിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സംഘാടനം നടത്തിയിട്ടാണ് എന്തുണ്ടാവുന്നത്? ആ ഒരു ഫേമിനെ സക്സസ്ഫുൾ ആക്കിയിട്ട് ലാഭം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല്, ഭൂമിയാണ്, ഭൂമിയിൽ നിന്നാണ് പാട്ടം ലഭിക്കുന്നത്, തൊഴിലിൽ നിന്ന് വേതനം ലഭിക്കും, മൂലധനത്തിൽ നിന്ന് പലിശ ലഭിക്കും, സംഘാടനത്തിൽ നിന്നാണ് ലാഭം ലഭിക്കുന്നത്. ഇത് നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കുക, ഒരു മാർക്ക് ഉറപ്പായിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഇനി ഉൽപാദന മേഖലകൾ ഏതൊക്കെയാണ്? സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് നമുക്കറിയാം പലതരത്തിലുള്ള തൊഴിലുകൾ ഉണ്ട് അല്ലെ നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥയിൽ. എന്തൊക്കെ തരത്തിലുള്ള തൊഴിലുകളാണുള്ളത്? നമ്മൾ പിന്നെ കൃഷി ഒരു തൊഴിലാണ്. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവർ മാത്രമാണോ ഉള്ളത്? പഠിപ്പിക്കുന്നവരുണ്ട്, ബാങ്കിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ വലിയ വ്യവസായങ്ങൾ നടത്തുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള തൊഴിലുകളും അതുപോലെ തന്നെ വ്യവസായങ്ങളും എല്ലാം നമ്മുടെ ഇവിടെ ഉണ്ട് അല്ലെ? ഇതിനെല്ലാം കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 3 കാറ്റഗറി ആക്കി തിരിച്ചിട്ടുണ്ട്. അതെന്തിന്റെ ബേസിസിലാണ് നമുക്ക് പഠിക്കാം. ഇങ്ങനെ ഏതൊക്കെ മേഖലകളായിട്ടാണ് തിരിച്ച്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ 3 മേഖലകളായിട്ട്
തിരിച്ചിട്ടുണ്ട്, അതായത് ഉൽപാദന മേഖലകളെ. അപ്പം ഇത് ഓരോന്നും എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. പ്രാഥമിക മേഖലയുടെ മറ്റൊരു പേരാണ് കാർഷിക മേഖല. ഈ പേരെങ്ങനെയാന്ന് വന്നത് ഇതിന്റെ ഒരു ഡെഫിനേഷൻ പഠിക്കുമ്പോൾ മനസ്സിലാവും. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു. അപ്പൊ പ്രാഥമിക മേഖലയിൽ എന്ത് പ്രവർത്തനം നടക്കുന്നത്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഈ പ്രാഥമിക മേഖലയിലാണ് വരുന്നത്. ഉദാഹരണത്തിന് കൃഷി. കൃഷിയിൽ എന്താ ചെയ്യുന്നത്? ഏറ്റവും പ്രകൃതി വിഭവമായിട്ടുള്ള മണ്ണ്, ജലം ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് നടത്തുന്നത്? കൃഷി നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? കൃഷി പ്രാഥമിക മേഖലയിലാണ് വരുന്നത്. ഈ കൃഷിയാണ് പ്രാഥമിക മേഖലയിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഇതിനെ കാർഷിക മേഖല എന്നുകൂടി പ്രാഥമിക മേഖലയെ വിളിക്കാൻ കാരണം. പിന്നെ പ്രാഥമിക മേഖലയിൽ വരുന്ന മറ്റു തൊഴിലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മത്സ്യബന്ധനം. മത്സ്യബന്ധനത്തിൽ എന്താണ്? പ്രകൃതി വിഭവം അല്ലേ ഉപയോഗപ്പെടുത്തുന്നത്. ഖനനം എന്ന് പറയുന്നത് എന്താണ്? അതായത് പ്രകൃതി വിഭവമായിട്ടുള്ള സ്വർണ്ണോ വെള്ളിയോ കൽക്കരിയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഈ പ്രകൃതി വിഭവമാണ് അവിടെ കുഴിച്ചെടുക്കുന്നത്. പിന്നെ വനപരിപാലനം, ഇതൊക്കെ എന്താണ്? പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ദ്വിതീയ മേഖല. ദ്വിതീയ മേഖല എന്താണ്? പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പ്രാഥമിക മേഖലയിൽ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും. ഈ ഉൽപ്പന്നങ്ങളാണ് ദ്വിതീയ മേഖലയിൽ വരുന്നത്. അപ്പൊ ഇതിന് വ്യാവസായിക മേഖല എന്നുകൂടെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ വ്യാവസായിക മേഖല. ഇതിന് എക്സാമ്പിൾ പറയുന്നത് വ്യവസായം, കെട്ടിട നിർമ്മാണം, വൈദ്യുതി ഉൽപാദനം ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് കെട്ടിട നിർമ്മാണം എടുക്കാം. കെട്ടിട നിർമ്മാണത്തിൽ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഓൾറെഡി ചെത്തിമിനുക്കിയ കല്ലുകള് അല്ലെങ്കിൽ സിമന്റ് ഇതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? അതായത് ഇതൊക്കെ എന്താണ്? പ്രാഥമിക മേഖലയിലുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള കല്ലുകൾ ചെത്തി മിനുക്കി എടുക്കുക. എങ്ങനെയാ കല്ലുകൾ ചെത്തി മിനുക്കി എടുക്കുന്നത്? അത് അവർ അതായത് കൃത്യമായിട്ട് നിങ്ങൾ ചിലപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും, കല്ലുകൾ ചെങ്കല്ലൊക്കെ കുഴിച്ചെടുക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ കോറികളിൽ നിന്ന് കല്ലൊക്കെ പൊട്ടിച്ചെടുക്കുന്നത്. അപ്പം അത് എടുത്തിട്ട് എന്ത് ചെയ്യാണ്? അതിവിടെ എന്തായി മാറുകയാണ്? അസംസ്കൃത വസ്തുവായിട്ട് മാറുകയാണ്. എന്നിട്ട് ഒരു വീടോ ബിൽഡിങ്ങോ ഒക്കെ കെട്ടുമ്പോൾ അത് എന്തായിട്ട് മാറും? അത് ദ്വിതീയ മേഖലയിലാണ് വരിക. ഇനി തൃതീയ മേഖല. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സേവന മേഖല. അപ്പൊ പ്രാഥമികം, ദ്വിതീയം, തൃതീയ എല്ലാ മേഖലകളിലെ എല്ലാ ഉൽപ്പന്നങ്ങളും സംഭരിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പൊ ടീച്ചിങ്, ബാങ്കിങ്, അതുപോലെ തന്നെ ഇപ്പൊ പ്രാഥമിക മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള, ഇപ്പൊ കൃഷി ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഗോതമ്പ്, ആ ഗോതമ്പ് നമ്മളല്ല എപ്പോഴും ഗോതമ്പും അരിയൊക്കെ പാടത്ത് പോയിട്ട് വാങ്ങിക്കുകയാണോ ചെയ്യുന്നത്? അല്ല അല്ലെ. അവരുണ്ടാക്കിയ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാന്ന്, പിന്നെ അത് പ്രോസസ്സ് ചെയ്തിട്ട് അത് ഇപ്പൊ അരിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതെന്താണ്? നെല്ല് എന്ത് ചെയ്യുന്നുണ്ട്? പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. നമ്മൾ എവിടെ ചെന്നിട്ടാണ് വാങ്ങുന്നത്? ഒരു ഗ്രോസറി ഷോപ്പിൽ ചെന്നിട്ടാണ് വാങ്ങുന്നത്. അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്നത് സേവനാണ്. അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാണ്? അവര് പ്രാഥമിക മേഖലയിൽ നിന്ന് ആ സാധനങ്ങൾ എടുത്തിട്ട്, അല്ലെങ്കിൽ ആ അരി എടുത്തിട്ട് ദ്വിതീയ മേഖലയിലൂടെയും കടന്നു വന്നിട്ട് ആ പ്രോസസ്സ് ചെയ്ത് വന്നിട്ട് തൃതീയ മേഖലയിലാണ് സംഭരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാങ്ങുന്നത്. ഓക്കെ. അപ്പൊ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഫൈനലി നമുക്കത് കിട്ടുന്നത് എവിടുന്നാണ്? ഈ തൃതീയ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ നിന്നാണ്. ഇപ്പൊ വ്യാപാരം, ഗതാഗതം, ഹോട്ടല്, ബാങ്കിങ്, ഇൻഷുറൻസ്, വാർത്താവിനിമയം, ബിസിനസ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, റിയൽ എസ്റ്റേറ്റ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? തൃതീയ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു അല്ലെ. ഏതൊക്കെയാണ്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഈ ഒരു സെക്ടേഴ്സ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദേശീയ വരുമാനം പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ. എന്താണ് നമുക്ക് ദേശീയ വരുമാനം നോക്കാം. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണ് എന്ത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനം. അപ്പം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും പണമൂല്യമാണ് എന്ത്?
ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരു വാർഷിക വരുമാനം നമ്മൾ എങ്ങനെയാ കണക്കാക്കുന്നത്? നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇപ്പം ജോലി ചെയ്യുന്നവരാണ്, അവരുടെ ശമ്പളം, പിന്നെ നമുക്കിപ്പോ വേറെ എന്തെങ്കിലും ഒരു വാടക കൊടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങനെ, അല്ലെങ്കിൽ ഇനിയിപ്പോ കൃഷി ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം, ഇങ്ങനെ എല്ലാം കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലെ ടോട്ടൽ ഒരു വർഷത്തെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കാര്യവും. ഇതുപോലെ ആ രാജ്യത്ത് നമ്മുടെ വീട്ടിലെ വാർഷിക വരുമാനം നോക്കുമ്പോൾ നമ്മുടെ വീട്ടില് ഏതൊക്കെ വഴിയിലൂടെ വരുമാനം കിട്ടുന്നുണ്ടോ അതെല്ലാം കൂടെ കൂട്ടും. അതുപോലെ രാജ്യത്തിന്റെ കാര്യം വരുമ്പോ എന്താവും? ആ രാജ്യത്ത് ഏതൊക്കെ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നും കിട്ടുന്ന പണമൂല്യമായിട്ട് എന്ത് വരും? ദേശീയ വരുമാനം. എക്കണോമിക്സ് പഠിക്കുമ്പോൾ എല്ലാം നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ വീട്ടിലേക്ക് ആലോചിച്ചാൽ മതി. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തും നടക്കുന്നത്. ഓക്കെ, ഇനി ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല, അതായത് നമ്മുടെ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഈ 3 മേഖലയിൽ നിന്നും കൂടെ കിട്ടുന്ന വരുമാനമാണ് എന്ത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇനി ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു 3 കൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. GDP, GNP എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പലപ്പോഴും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നതും അതുപോലത്തെ ഒന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് ഭയങ്കര സിമ്പിൾ ആണ്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. മൊത്ത ദേശീയ ഉൽപ്പന്നം, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ GNP. GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം. എന്താണ്? ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ഇവിടെ കണക്കാക്കുന്നത്. അതായത് നമ്മൾ ഓംലേറ്റിന്റെ വില, അതായത് മുട്ട എന്ത് ചെയ്യാണ്? പൊട്ടിച്ച് അത് നമ്മൾ കലക്കി ഒരു ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് അത് ഒരാൾക്ക് വിൽക്കുന്നു. അതിന്റെ പണമൂല്യം നമ്മൾ GNPയിലാണ് കണക്കാക്കുക. അതുപോലെ തന്നെ ഷർട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതാദ്യം പരുത്തി കൃഷി ചെയ്ത് അത് പിന്നീട് പ്രോസസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി അതെന്ത് ചെയ്യും? പ്രോസസ് ചെയ്തിട്ടാണ് ഷർട്ടായിട്ട് കിട്ടുന്നത്. ആ ഷർട്ട് പിന്നെ വേറെ ഒന്നും ചെയ്യുന്നില്ല. അതെന്താണ്? അതിന്റെ ആ ഒരു പ്രോഡക്റ്റിന്റെ അവസാനമാണത്. അപ്പം ഇത്തരത്തില് അതാണ് അന്തിമ സാധനം എന്ന് പറയുന്നത്. ഏറ്റവും ഫൈനൽ സ്റ്റേജിൽ എത്തുന്ന ഫൈനൽ ഗുഡ് എന്നാണ് പറയുന്നത് അന്തിമ സാധനത്തിന്. അത് ഫൈനൽ സ്റ്റേജിൽ എത്തിയ ആ പ്രോഡക്റ്റ് അതിന് ഒന്നും ചെയ്യാനില്ല. അത്തരത്തിലുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് GNPയിൽ എടുക്കുന്നത്. മനസ്സിലായോ? ഇന്ത്യയിലെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അപ്പൊ ഒരു ദേശീയ വരുമാനം കണക്കാക്കുന്ന സമയത്ത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള വരുമാനമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് എന്തെന്ന് പറയുന്നത്? GNP എന്ന് പറയും. ഇത് ഇപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ GDPയും NNP ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇത് 3 കൺസെപ്റ്റും കൂടെ പഠിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഇനി മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അല്ലെങ്കിൽ GNP എന്താ നോക്കാം. GDP ആണ് കേട്ടോ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലേ. അപ്പൊ GDP മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അല്ലെങ്കിൽ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇവിടെ തന്നെ ഉണ്ട് ഇതെന്താണെന്നുള്ള കാര്യം. ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ GDP എന്തിനാണ് ഉപകാരം എന്ന് വെച്ചാല് മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് അനുയോജ്യമാണ്. അതായത് പ്രാഥമിക മേഖലയിൽ നിന്ന് എത്ര കിട്ടി, ദ്വിതീയ മേഖലയിൽ നിന്ന് എത്ര കിട്ടി, സേവന മേഖലയിൽ നിന്ന് എത്ര കിട്ടി, ഇങ്ങനെ ഓരോ മേഖലകളിൽ നിന്നും സെപ്പറേറ്റ് എത്ര കിട്ടി, അതായത് എത്രയാണ് ദേശീയ വരുമാനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ ഈ GDP ഹെൽപ്ഫുൾ ആണ്. എന്താണ് GDP എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം. അതായത് ഇവിടെ ആ രാജ്യത്തിന്റെ അകത്തുള്ള കാര്യങ്ങൾ, അതായത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനർത്ഥം നമ്മുടെ നാട്ടില് ഒരുപാട് പേര് പുറത്തു പോയി ജോലി ചെയ്യുന്നുണ്ട് അല്ലെ. നിങ്ങളുടെയൊക്കെ അടുത്ത് ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടാവും, ഒന്നുകിൽ ഗൾഫ് രാജ്യങ്ങളില് അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളില്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള പല കമ്പനികളും, ഇപ്പൊ റിലയൻസ് പോലത്തെ കമ്പനികൾ, ടാറ്റ, ഇത്തരം വലിയ കമ്പനികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ബ്രാഞ്ചുകൾ ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പം
അവരെന്ത് ചെയ്യും? ഇപ്പൊ നമ്മള് ഇവിടുന്ന് പുറത്ത് ജോലി ചെയ്യുന്നവര് അവരുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം അവരിങ്ങോട്ട് അയക്കുന്നുണ്ട് അല്ലെ, അവരുടെ കുടുംബാംഗങ്ങൾക്ക്. അതുപോലെ തന്നെ കമ്പനികളും അവരുടെ ലാഭം ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ലാഭവും വരുമാനവും ഒന്നും എന്ത് ചെയ്യുന്നില്ല, GDP കണക്കാക്കുമ്പോൾ എടുക്കില്ല. കാരണം എന്താണ്? അത് ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിലുള്ളതല്ല, ഇവിടെയുള്ളതല്ലല്ലോ. അപ്പൊ GDP-യിൽ നമ്മുടെ ഇവിടെയുള്ള ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം മാത്രമേ എടുക്കുള്ളൂ. ഈ പുറത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനവോ വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ലാഭം എന്നിവ GDP-യിൽ ഉൾപ്പെടുത്തുന്നില്ല. ഓക്കെ. ഇനി അറ്റ ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ NNP, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഇതെന്താ നോക്കാം. ആദ്യം ഈ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ടേം മനസ്സിലാക്കണം. തേയ്മാന ചെലവ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജസ്. ഇതൊക്കെ പേര് കേൾക്കുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നും. പക്ഷെ ഇതൊക്കെ നമുക്ക് നിത്യജീവിതത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്ത് സാധനം ഉപയോഗിക്കുമ്പോഴും എന്തുണ്ടാവും? തേയ്മാനം സംഭവിക്കില്ലേ? നമ്മൾ എന്ത് കാര്യം? അപ്പൊ ഇത്തരത്തില് തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവിനെയാണ് തേയ്മാന ചെലവ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് പിന്നെ ഇരുമ്പിന്റെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കും. കാലങ്ങളായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ അതിനെന്ത് വരും? തേയ്മാനം വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യവസായം നടത്തുന്നു, അപ്പം ആ മെഷീൻ എന്ത് വരും? ചിലപ്പോൾ അത് കേടാവും, അന്നേരം അത് ശരിയാക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇത്തരത്തില് ഇപ്പൊ കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക, അത് ചിലപ്പോൾ എന്ത് ചെയ്യും? പണി മുടക്കും അല്ലെ. അപ്പം അത് എന്ത് ചെയ്യും? അതിനെ നമ്മൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് അതിന് പൈസ ചെലവാക്കണം. ഇത്തരത്തിലുള്ള ചെലവുകളൊക്കെയാണ് തേയ്മാന ചെലവ് എന്ന് പറയുന്നത്. നമ്മൾ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവാണ് ഈ ഡിപ്രീസിയേഷൻ ചാർജസ് അല്ലെങ്കിൽ തേയ്മാന ചെലവ് എന്ന് പറയുന്നത്. ഇതെന്തിനാ നമുക്ക് ആവശ്യം എന്ന് വെച്ചാല് അറ്റ ദേശീയ ഉൽപ്പന്നം കാണുന്നത് മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് ഈ തേയ്മാന ചെലവ് കുറയ്ക്കുന്നതാണ് എന്ത്? അറ്റ ദേശീയ ഉൽപ്പന്നം. മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ്? GNP അല്ലേ? ഓക്കെ. ഇതിൽ നിന്ന് എന്ത് ചെയ്യും? തേയ്മാന ചെലവ് അങ്ങോട്ട് കുറച്ചു കഴിഞ്ഞാല് അറ്റ ദേശീയ ഉൽപ്പന്നം നമുക്ക് കിട്ടും. ഇനി ഈ GDP-യും GNP-യും NNP-യും നമുക്കൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു നോക്കാം. GDP എന്ന് പറഞ്ഞ ആദ്യം നമ്മൾ GNP നോക്കാം അല്ലെ. മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അന്തിമ സാധനങ്ങളുടെയും, അതായത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ എത്തുന്ന സാധനത്തിന്റെയും സേവനത്തിന്റെയും പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ എടുക്കുന്നത്. ഇനി GDP എത്തുമ്പോഴത്തേക്കും, അതായത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എത്തുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? അവിടെ നമ്മുടെ രാജ്യത്തിനകത്തുള്ള കാര്യങ്ങളുടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം മാത്രമേ എടുക്കുന്നുള്ളൂ. പുറത്ത് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുടെ ഒന്നും എന്ത് ചെയ്യുന്നില്ല. നമ്മുടെ കമ്പനികൾ തന്നെ പുറത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ വരുമാനവും ലാഭവും ഒന്നും നമ്മൾ GDP-യിൽ ഉൾപ്പെടുത്തില്ല. NNP എന്ന് പറയുമ്പോൾ എന്താണ്? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഇത് കാണാൻ എന്താ ചെയ്യുന്നത്? നമ്മള് മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് ഈ തേയ്മാന ചെലവങ്ങും കുറയ്ക്കും. അപ്പം NNP അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനെ മൂന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് നല്ല ക്ലാരിറ്റി കിട്ടും. ഇനി പ്രതിശീർഷ വരുമാനം. ദേശീയ വരുമാനത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ വരുമാനത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. പ്രതിശീർഷ വരുമാനം എന്താണ്? ദേശീയ വരുമാനത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം. അപ്പം പ്രതിശീർഷ വരുമാനം കാണിക്കുന്നത് ഒരു വ്യക്തിക്ക്, ഇന്ത്യയിലെ ഒരു വ്യക്തിക്ക് ഒരു വർഷം ഏകദേശം എത്ര വരുമാനം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ പ്രതിശീർഷ വരുമാനം കാണിക്കുന്നത്. അതിന്റെ അർത്ഥം ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളുടെയും പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് ഈ സംഖ്യയല്ല, ഇതൊരു ആവറേജ് ആണ്. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് കാണാം. അപ്പൊ നമ്മുടെ ദേശീയ വരുമാനം നമുക്ക് 10 ലക്ഷം ആണെന്ന് വിചാരിക്കാം. നമുക്കറിയാം കോടിക്കണക്കിന് ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തെ ദേശീയ വരുമാനം ഒരു വലിയ സംഖ്യ ആയിരിക്കും. രാജ്യങ്ങളുടെ ദേശീയ വരുമാനം എപ്പോഴും ലക്ഷക്കണക്കിന് കോടികളായിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സംഖ്യ എടുത്തൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമ്മുടേത് 10 ലക്ഷമാണ് നമ്മുടെ ദേശീയ വരുമാനം എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജനസംഖ്യ എത്രയാ നമുക്ക് എടുക്കുക? ഒരു എക്സാമ്പിൾ ആയിട്ട് 10,000 എടുക്കാം. 10,000 നമ്മൾ എടുത്തു. അപ്പം നമ്മുടെ പ്രതിശീർഷ ഇങ്ങനെയാണ് അതിന്റെ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പൊ പ്രതിശീർഷ വരുമാനം എത്രയായിരിക്കും? 100 രൂപ. അപ്പൊ ഇത് കാണിക്കുന്ന എന്താണ്?
അപ്പൊ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് 100 രൂപയാണ്. അതായത് ഇന്ത്യയിലെ പെർ ഹെഡ് ഒരാള് 100 രൂപ വരുമാനം ഉണ്ടാവുന്നു, പ്രതിശീർഷ വരുമാനം ഉണ്ടാവുന്നു എന്നാണ് കാണിക്കുന്നത്. ഇതിപ്പോ നമ്മൾ എക്സാക്ട് ചെയ്യുമ്പോൾ ഇതൊരു വേറെ വലിയ സംഖ്യ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ പ്രതിശീർഷ വരുമാനം മനസ്സിലായല്ലോ. ദേശീയ വരുമാനത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വീട്ടില് ഒരാളുടെ പ്രതിശീർഷ വരുമാനം എങ്ങനെയായിരിക്കും നമ്മൾ കാണുക? നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ടോട്ടൽ വരുമാനമായിരിക്കും നമ്മുടെ ഒരു വർഷത്തെ വരുമാനം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? നമ്മുടെ ഒരാൾക്ക് ഏകദേശം എത്ര ഏൺ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഒരു ആവറേജ്, അത്രേ ഇത് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചതെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മൾ ആദ്യം പ്രൊഡക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കില്ലേ? അത് കഴിഞ്ഞ് ഉൽപാദന ഘടകങ്ങൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു ഉൽപാദന ഘടകങ്ങള്? ഭൂമി, അതുപോലെ തന്നെ മൂലധനം, തൊഴില്, പിന്നെ നമ്മുടെ സംഘാടനത്തിൽ നിന്നാണ് നമുക്ക് ലാഭം കിട്ടുന്നത്. മൂലധനം എന്താണ്? പലിശയാണ് തരുന്നത്. തൊഴിലിൽ നിന്ന് വേതനം, ഭൂമിയിൽ നിന്ന് വാടക. പിന്നെ നമ്മൾ ഉൽപാദന മേഖലകൾ പഠിച്ചു. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രാഥമിക മേഖലയെ നമ്മൾ എന്താ വിളിക്കുന്നത്? കാർഷിക മേഖല എന്ന് വിളിക്കും. അതുപോലെ ദ്വിതീയ മേഖലയെ വ്യാവസായിക മേഖല എന്ന് വിളിക്കും. തൃതീയ മേഖലയെ നമ്മൾ സേവന മേഖല എന്നും വിളിക്കും. പിന്നെ നമ്മൾ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിലുള്ള ബേസിക് കൺസെപ്റ്റ്സ് ആയിട്ടുള്ള മൊത്ത ദേശീയ ഉൽപ്പന്നം പറഞ്ഞു, GNP, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം GDP, അറ്റ ദേശീയ ഉൽപ്പന്നം NNP. NNP എങ്ങനെയാ കാണുക? ഈ GNP ഡിപ്രീസിയേഷൻ ചാർജസ്, തേയ്മാന ചെലവ് കുറച്ചു കഴിഞ്ഞാൽ NNP അങ്ങ് കിട്ടും. പിന്നെ നമ്മൾ പ്രതിശീർഷ വരുമാനവും പറഞ്ഞു. അപ്പൊ ബേസിക് കൺസെപ്റ്റ്സ് അവസാനിച്ചിട്ടില്ല, നമുക്ക് കുറച്ച് ടോപ്പിക്കും കൂടെ ഇതിൽ പഠിക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യും. താങ്ക്